ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഉത്തരമില്ലാത്ത 5 ചോദ്യങ്ങൾ എന്നുള്ള പങ്ക്തിയിലുള്ള പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ പഠന പരമ്പരയിലെ ഉത്തരമില്ലാത്ത 5 ചോദ്യങ്ങൾ എന്ന ആ പഠനത്തിന്റെ 5-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാള്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം എന്ന് ചോദിച്ചുകൊണ്ട് ആരംഭിച്ച ഈ പഠന പരമ്പര അതിന്റെ 5-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? വളരെ അതിപ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഭാഗത്ത് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തില് ഉത്തരമില്ലാത്ത ഈ 5 ചോദ്യങ്ങൾ അതിപ്രധാനമായി അദ്ദേഹം ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരവും സ്വർഗത്തിലെ ദൈവമാണ് നമ്മോട് പറയേണ്ടത്. മറ്റാർക്കും ഇതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ അപ്പോസ്തലൻ അത് പറയുമ്പോൾ വളരെ വ്യക്തതയോടെ ചോദിക്കുന്നു, ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? ഇവിടെ വാസ്തവത്തില് ഒരു വലിയ സ്റ്റെയർ കേസിന്റെ ചുവടുകൾ, അതിന്റെ പടികൾ കയറുന്ന അനുഭൂതിയാണ് അപ്പോസ്തലൻ നമുക്കിവിടെ നൽകുന്നത്. ആ വലിയ സ്റ്റെയർ കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ പടിയിൽ ചെന്ന് നിൽക്കുകയാണ്. ആ ഒടുവിലത്തെ പടിയിൽ നിന്നിട്ട് അപ്പോസ്തലൻ ചോദിക്കുക, ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? അതില് പൗലോസ് താൻ തന്നെ പറയുകയാണ്, ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. 7 സാധ്യതകൾ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയാവുന്ന അല്ലെങ്കിൽ കഴിഞ്ഞേക്കാവുന്ന 7 സാധ്യതകൾ അപ്പോസ്തലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. ആദ്യമായി ചോദിക്കുന്നു, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ 7 എണ്ണമാണ്. അതില് കഷ്ടത എന്ന് ഉള്ള ആ വാക്കുകൊണ്ടാണ് താൻ ആരംഭിക്കുന്നത്. ദൈവസ്നേഹത്തിൽ നിന്ന് ഒരു ദൈവപൈതലിനെ വേർപെടുത്തുവാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചേക്കാവുന്ന 7 കാര്യങ്ങളിൽ ഒന്നാമതായി പറയുന്നത്, ഇസ് എ ട്രബിൾ ദാറ്റ് വുഡ് സെപ്പറേറ്റ് യു ആൻഡ് മീ ഫ്രം ദി ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് എന്താണ്? ആദ്യത്തെ ലിസ്റ്റ് വരുന്നത് കഷ്ടത, ത്ലിപ്സിസ് എന്ന് പറയുന്ന വാക്കാണ് ഗ്രീക്കിൽ പറയുന്നത്, ത്ലിപ്സിസ്. രണ്ടാമത് കഷ്ടതയോ സങ്കടമോ, ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു. അതിനെ സ്റ്റെനോകോറിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. സ്റ്റെനോകോറിയ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ കഷ്ടതകളാണ്. ശാരീരിക കഷ്ടതകൾ, മാനസിക കഷ്ടതകൾ, അങ്ങനെ പല നിലയിൽ അനുഭവിക്കാൻ കഴിയുന്ന കഷ്ടതകൾ, സങ്കടങ്ങൾ. കഷ്ടതയോ സങ്കടമോ. അടുത്തത് ഉപദ്രവമോ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ. അവിടെ ഉപദ്രവം എന്ന വാക്കിനെ ഡയഗ്നോസ് എന്ന് പറയുന്ന വാക്കാണ്. ഡയഗ്നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ നിലയിലുള്ള ഉപദ്രവങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അത് വാസ്തവത്തില് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ബാഹ്യമായി അന്തരീക്ഷത്തിൽ ലഭിക്കാവുന്ന സമ്മർദ്ദങ്ങള്, മാനസിക സംഘർഷങ്ങള്, ഉപദ്രവങ്ങള്, നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ശത്രുതാ ലോകത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകള്, ഇതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത്. ഇവിടെ പറയുന്ന ഡയഗ്നോസ് എന്ന വാക്ക് പറയുന്നത്, അതായത് പെർസിക്യൂഷൻ, ഉപദ്രവങ്ങൾ. അത് പല നിലയിലും ഒരു വിശ്വാസിക്കുണ്ടാവാം. അങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ച ശേഷം അടുത്തത് ചോദിക്കുകയാണ്,
പട്ടിണിയോ എന്ന് പറഞ്ഞാൽ ആഹാരം ലഭിക്കാൻ ഇല്ലാത്ത ദാരിദ്ര്യാവസ്ഥ, പട്ടിണിയോ, നേക്കഡ്നെസ്, നഗ്നതയോ, എന്നിട്ട് ആപത്തോ, വാളോ. വാള് എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ അധികം താമസിയാതെ റോമൻ സാമ്രാജ്യത്തിൽ വെച്ച് താൻ അനുഭവിക്കാൻ പോകുന്ന ഖഡ്ഗം കൊണ്ടുള്ള ഗളച്ഛേദനത്തെ മുൻകണ്ടുകൊണ്ടായിരിക്കാം പൗലോസ് പറയുന്നത്. ഈ 7 സാധ്യതകളാണ് ദൈവസ്നേഹത്തിന്റെ മനുഷ്യനെ വേർതിരിക്കാൻ സാധ്യതയുള്ളതെന്ന് പൗലോസ് പറയുന്നു. ഏതൊക്കെയാണ്? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, വാള്. ഇതൊക്കെ നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചേക്കാവുന്ന ബാഹ്യമായ കാര്യങ്ങളാണ്. ആദിമ ലോകത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വിശുദ്ധന്മാർ പല ആളുകളും തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ നിലനിൽക്കാൻ കഴിയാതെ അവർ പിന്മാറിപ്പോവുകയോ അല്ലെങ്കിൽ വിട്ടുപോകുന്ന യുദായിസത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മുമ്പോട്ടുള്ള പുരോഗമനത്തിൽ തടസ്സപ്പെട്ടവരായി നിലകൊള്ളുകയോ ഒക്കെ ചെയ്യാൻ കാരണമായി തീർന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ്. ഏത് കാലത്തും ഇങ്ങനെയുള്ള കഷ്ടത, സങ്കടം, അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇത് ഒരു പക്ഷെങ്കിൽ വിശ്വാസത്തിന്റെ ഫീൽഡിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിച്ചേക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ്. ഇവിടെ ഏത് വലിയ ഭക്തനും വീണു പോകാൻ സാധ്യതയുണ്ട്, ഞെരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഇവർ ഏതെങ്കിലും ഒന്നിനെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുമോ? 1-ാം നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തി മുഖാന്തരമായി ഉണ്ടായിട്ടുള്ള ഭയാനകമായ പീഡനത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമരപ്പെട്ട ആദിമ ക്രൈസ്തവ വിശ്വാസികൾ, അനേക ആളുകൾ വിവിധങ്ങളായ കഷ്ടനഷ്ടങ്ങൾ കൂടി വിശ്വാസം വേണ്ടി കടന്നു പോട്ടായി വന്നു. ചിലരെ കുതിരയുടെ കടിഞ്ഞാണിൽ കെട്ടി നിലത്തൂടെ വലിച്ച് അവരെ കൊന്നു. വേറെ ചില ആളുകളെ കാട്ടുമൃഗങ്ങളുടെ തോലിൽ പൊതിഞ്ഞു കെട്ടി അവരെ വെയിലത്തിട്ട് ഉണക്കിക്കൊന്നു. മറ്റു ചില ആളുകളെ മത്സ്യം വറക്കാൻ ഉപയോഗിക്കുന്ന പോലെ മൂർച്ചയുള്ള കത്തി കൊണ്ട് ശരീരം മുഴുവൻ വരഞ്ഞ ശേഷം ഉപ്പും അതുപോലെ മുളകും തേച്ച് വെയിലത്തിട്ടു പീഡിപ്പിച്ചു. വേറെ ചില ആളുകളെ ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. മറ്റു ചില ആളുകളെ കല്ലെറിഞ്ഞു. വേറെ ചില ആളുകളെ കോലുകൊണ്ടടിച്ചു. പല ആളുകളെയും പരസ്യ കോലമാക്കി മാറ്റി. ഇതെല്ലാം സഹിച്ചു. ഏറ്റവും ഭയാനകമായ പീഡനമാണ് നീറോയുടെ കാലത്ത് ഉണ്ടായത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി. അപ്പൊ അത്ര ഭയാനകമായ ഈ അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് എബ്രായലേഖനക്കാരൻ പറയാണ്, ദ വേൾഡ് വാസ് നോട്ട് ആഫ്റ്റർ ദം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് പറയാൻ, ലോകം അവരെ യാതൊരു നിലയിലും സഹായിച്ചില്ല എന്നർത്ഥം. ഇന്നും അങ്ങനെ തന്നെയാ. ഒരു ദൈവ പൈതലിന്റെ ക്രൈസ്തവ ദർശനത്തിന് ലോകം ഒരിക്കലും സഹായമായിരിക്കും. ലോകം പോയിട്ട് വിശ്വാസത്തിൽ പോലും സഹായമായിരിക്കുന്നില്ലല്ലോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ നമുക്കിവിടെ സാധിക്കുമോ? ഉപദേശ വിഷയങ്ങൾ തർപ്പിച്ച് പറയാൻ കഴിയുമോ? ഉപദേശ വിഷയങ്ങൾ നെല്ലിട വിട്ടുവീഴ്ച കൂടാതെ നേരെ നിന്ന് പറയാൻ ശ്രമിക്കുന്ന എന്നെ ലോകത്തിന്റെ എല്ലാ അതിർവരമ്പുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തി വിടക്കം നേണ്ടി ആരുടെയും മുമ്പാകെ അടുപ്പിക്കാൻ കഴിയാതെ അകറ്റി നിർത്തിക്കൊള്ളുന്ന അണ്ടർഗ്രൗണ്ടിൽ കൂടെ കമാൻഡ് കൊടുത്തുള്ള ആളുകളുണ്ട്. ഇതറിയോ? വിവാഹമോചനം, പുനർവിവാഹം, പുനർവിവാഹിതരുടെ സഭാഭരണം, പിന്നെ സഭ ഹൈജാക്ക് ചെയ്ത് പിടിക്കുക, അതിന്മേൽ അധികാര സാക്ഷ്യമില്ലാത്തവൻ സഭ നിയന്ത്രിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ കൊള്ളുന്ന കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തി കളയും. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ ചോദിക്കും, എന്നാൽ ഇങ്ങനെയുള്ള എല്ലാവിധമായ കഷ്ടനഷ്ടങ്ങളുടെ പോരാട്ടങ്ങളിലും വേരിയേറ്റങ്ങളിലും യഥാർത്ഥമായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ ഈ ശക്തികൾക്ക് കഴിയുമോ? കഴിയില്ലെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ അത് കഴിയുന്നത് മാത്രമല്ല, താൻ ഇങ്ങനെ പറയാണ്, നാം കർത്താവായ യേശു ക്രിസ്തുവോട് കൂടെ വി ആർ മോർ ദാൻ കോൺകറേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിന് ജയാളികളാണ്. നാം കേവലം ജയിക്കുന്നവർ മാത്രമല്ല, ജയാളിയായ യേശു ക്രിസ്തുവിനൂടെ ജയാളികളായി മുന്നേറുന്നവരാണ്. വി ആർ കോൺകറേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം ജയാളികളാണ്. നാം ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുന്നവരാണ്. എന്നാൽ എന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. 28-ാം വാക്യം. എന്ന് 28-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വഹിക്കുന്നു എന്ന് നാം അറിയുന്നു. പൗലോസ് താൻ തന്നെ പറയാണ്, ആയിനോ, ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്താണ്? വീനോ, നാം അറിയുന്നു.
ഐ ആം കൺവിൻസ്ഡ്, ഞാൻ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് കാര്യം? ഇങ്ങനെയുള്ള യാതൊരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന്. എന്നിട്ട് പറയാണ് അദ്ദേഹം ഒരു പ്രത്യേക വിഷയത്തിൽ കൺവിൻസ്ഡ് ആണ് പറയാ. ഞാൻ ഈ ഒരു പ്രത്യേക വിഷയത്തിൽ അത്യന്തം ഞാൻ ആ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് 35, 36 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 കൂട്ടം ഐറ്റംസ് ആണ് പറയുന്നത്. അവിടെ പറയാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. എന്നിട്ട് 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധിച്ചേക്കാവുന്ന 7 കൂട്ടം കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ ഒരു ദൈവവേദനെ എന്ത് ചെയ്തേക്കാം? ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാനായി പ്രോത്സാഹിപ്പിച്ചേക്കാം. എന്നാൽ താൻ നിർണയം പ്രാപിച്ചിരിക്കുന്ന 10 കാര്യങ്ങളെ ഇവിടെ എടുത്ത് പറയുകയാണ്. ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കുകയും പറയുന്നത്, സൃഷ്ടിയിലെ ദൈവസ്നേഹത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനും എനിക്കും മധ്യേ ഉള്ള ദൈവസ്നേഹത്തിന് ഇടയിൽ ഒരു ബാരിയറായി, ഒരു തടസ്സവാദമായി, ഒരു പ്രതിബന്ധമായി നിൽക്കാൻ സാധ്യതയുള്ള 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഏതൊക്കെയാന്ന് നോക്കണം. ആദ്യത്തെ ലിസ്റ്റ് അത് പറയുമ്പോൾ പറയാണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, മരണത്തിനോ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മരണം എന്ന് പറയുന്നത്. സഭാചരിത്രത്തിൽ പെർപത്വ എന്ന് പറയുന്ന ഒരു യുവതി, അവൾ വിവാഹിതയാണ്. ഒരു കുഞ്ഞുകൊണ്ട്, ഒരു നവജാത ശിശുവുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ഹേതുവായി റോമ പീഡന കാലഘട്ടത്തില് അവളെ പിടിച്ചു. അവളെ കൊടുൽ കൊണ്ട് നാക്ക് പിഴുത് കൊല്ലാനായിട്ട് കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിർത്തിക്കുന്ന സമയത്ത് ഈ നവജാത ശിശുവിനെ കയ്യിലേന്തി അവളുടെ പിതാവ് അവളുടെ അടുക്കൽ നിന്ന് പറഞ്ഞു, മോളെ, ഈ കൊച്ചു കുഞ്ഞിനെ, നവജാത ശിശുവിനെ ഓർത്തെങ്കിലും നീ വിശ്വാസം തള്ളിപ്പറഞ്ഞ് മടങ്ങി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞെന്നറിയാമോ? വേഗത്തിൽ എന്റെ നാവ് പിഴുതെടുക്കൂ, എന്റെ പ്രാണനാഥന്റെ അടുക്കിലേക്ക് പോകാൻ എന്റെ ആത്മാവ് വെമ്പൽ കൊള്ളുന്നു എന്നാ പറഞ്ഞു. മരണത്തിന്റെ മുമ്പാകെ പുഞ്ചിരിയോടെ അതിനെ അഭിമുഖീകരിച്ച് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മരണം പുൽകിയ ധാരാളം ക്രൈസ്തവ രക്തസാക്ഷികൾ ആ 1-ാം നൂറ്റാണ്ടിലുണ്ട്. അപ്പൊ പൗലോസ് പറയുന്നു, മരണത്തിനോ പിന്നെ ജീവനോ, നീദർ ഡെത്ത് നോ ലൈഫ് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ പ്രതിസന്ധിയും ജീവിതത്തിന്റെ അപകടങ്ങളും, ദ കലാമിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ദ ക്രൈസിസ് ഓഫ് ഡെത്ത്, ദേ കനോട്ട് സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അതായത് ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളും ജീവിതത്തിന്റെ ഉപദ്രവങ്ങളും ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളും അഥവാ മരണത്തിന്റെ വലിയ സങ്കീർണതയും ഒന്നും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ല. അപ്പൊ ആദ്യത്തെ ലിസ്റ്റിനകത്ത് പറഞ്ഞു, മരണം, ജീവൻ. ഇത് രണ്ടും ഒന്നുകിൽ ജീവൻ അല്ലെ മരണം. ഇത് രണ്ടിനും വേർപെടുത്താൻ കഴിയില്ല. അടുത്ത് പറയുന്നത്, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ. ദൂതന്മാർ, നെയ്തർ ഏഞ്ചൽസ് നോർ ഡീമൺസ്. അത് ഡീമൺസ് എന്ന് പറയുന്നത് ആർക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇവിടെ ഡീമൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആർക്കൈ എന്ന് പറയുന്നത് എൽസ്വെയർ സെർട്ടൻലി ഈവിൾ പ്രിൻസിപ്പാലിറ്റീസ്, അതായത് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയെയും അവനോടുകൂടുള്ള സൈന്യത്തെയും സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. ദൂതന്മാർക്കോ അല്ലെങ്കിൽ ഡീമൺസിനോ അല്ലെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന വാഴ്ചകൾക്ക്, അന്ധകാരത്തിന്റെ ശക്തികൾക്ക്, ആകാശത്തിന്റെ അധിപതികൾക്ക്, പിശാചിന്റെ സാമ്രാജ്യത്തിന്, അവന്റെ സൈനിക വ്യൂഹത്തിന് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ താൻ മുമ്പോട്ട് പോകുന്നു. അതായത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ. അധികാരങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അധികാര കസേരയിന്മേലിരിക്കുന്ന രാഷ്ട്ര അധിപന്മാരുടെ കാര്യമാണ്. ഒന്ന് നിയമിച്ചാൽ ചെയ്യാനായിട്ട്, അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് അധികാരമുള്ള ആളുകൾ, അവർക്ക് ആർക്കും ദൈവസ്നേഹത്തിനെ വേർപെടുത്താൻ കഴിയില്ല. എന്നിട്ട് അടുത്ത് പറയാണ്, ഉയരത്തിനോ ആഴത്തിനോ അല്ല ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, നീദർ ദ പ്രസന്റ് നോർ ദ ഫ്യൂച്ചർ. ഇപ്പോഴുള്ളതിനോ ഇനിയും വരുവാനുള്ളതിനോ, ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾക്കോ ഇനിയും നമ്മുടെ മുമ്പാകെ എന്തായിരിക്കുമെന്ന് നമുക്ക് യാതൊരു നിലയിലും
വ്യക്തതയില്ലാത്ത നാളെയുടെ നാളുകൾക്കോ നാളെയുടെ നാളുകളിലെ ജീവിതത്തിന്റെ കൈവേറിയ അനുഭവങ്ങൾക്കോ ഒരുപക്ഷെങ്കിൽ അപ്രതീക്ഷിതമായ നമ്മുടെ ജീവിത നൗകയെ അഭിമുഖീകരിക്കുവാൻ സാധ്യതയുള്ള ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകൾക്കോ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ല. അടുത്ത വാക്കിൽ പറഞ്ഞ നെയ്തർ ഹൈറ്റ് നോർ ഡെപ്ത്, ഉയരത്തിനോ ആഴത്തിനോ. അവിടെ ഉയരത്തിനോ എന്ന് പറയുന്നത് ഈ സെലസ്റ്റിയൽ വേൾഡിലെ പ്രത്യേകിച്ച് ഈ നക്ഷത്ര സമൂഹങ്ങളിലെ ചില പ്രത്യേക ശക്തികൾ, അതായത് ആകാശത്തിൽ നിൽക്കുന്ന ചില നക്ഷത്രങ്ങൾക്കും അവയുടെ രാശികൾക്കും മനുഷ്യ ജീവിതത്തിന്റെ മേൽ അതിശക്തമായ സ്വാധീനമുണ്ടെന്നും മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും അത് കാരണമായി ഭവിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസം അന്നത്തെ കാലത്തെ ഈ ജാതികളായ ആളുകൾക്കുണ്ടായിരുന്നു. ഇന്നുകൊണ്ടുള്ള നമ്മുടെ നാട്ടിൽ ചൊവ്വാദോഷം, അക്രൈസ്തവരായ ചില ആളുകൾ അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് ചൊവ്വാദോഷമുണ്ടോ എന്ന് പ്രശ്നം വെച്ച് പരിശോധിക്കാറുണ്ട്. ഭൂമിയിൽ നിന്ന് വളരെ ബഹുദൂരം അകലെ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ആ ചൊവ്വ മുഖാന്തരമുള്ള ദോഷം ഈ പ്രത്യേക നാളിൽപ്പെട്ട ലേഡീസ് അല്ലെങ്കിൽ പുരുഷന്മാർക്കുണ്ടോ എന്ന് പ്രശ്നം വെച്ച് കവടി നിരത്തി നോക്കുന്ന ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അന്നത്തെ ഈ ഗ്രീക്ക് ഈ സാങ്കല്പിക വിശ്വാസ സമൂഹത്തില്, അന്ധവിശ്വാസ നിബിഡമായിരിക്കുന്ന ആ സമൂഹത്തില് ആകാശഗോളങ്ങൾക്ക് ഭൂമിയിൽ അയക്കുന്ന മനുഷ്യന്റെ ജീവിത ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിലും അതിന്മേൽ സ്വാധീനം ചെലുത്തുന്നതിന് ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ലോകത്തോട് പൗലോസ് പറയുകയാണ്, ഉയരത്തിനോ 2 ആഴത്തിനോ കീഴേ പാതാളത്തിലുള്ള ശക്തിക്കോ മാത്രമല്ല എന്നിട്ട് പറയാണ് യാതൊരു സൃഷ്ടിക്കോ. ഇനി ഈ പറഞ്ഞ ലിസ്റ്റ് നോക്കണം, 10 നോക്കണം. ഏതൊക്കെയാ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ. ഇനിയും ഇതിനകത്തൊന്നും പെടാതെ വേറെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ യാതൊരു ശക്തിക്കും യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദിസ് ഈസ് ദി അഫർമേഷൻ. സാമൂഹികമായി പറയുമ്പോൾ പടതകാരായ നാം, പെന്തക്കോസുകാരായ നാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ നാം എന്ന് പറയുന്ന പ്രക്രിയ 28-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. ആരറിയുന്നു? പൗലോസ് അറിയുന്നു. പൗലോസിന്റെ ലേഖനം വായിക്കുന്ന വിശ്വാസവും അറിയുന്നു. രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും അറിയുന്നു. ദാറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. അപ്പൊ ദാറ്റ് ഈസ് അവർ കമ്മ്യൂണൽ എക്സ്പീരിയൻസ്. നമുക്ക് സാമൂഹ്യപരമായി കൂട്ടായുള്ള അനുഭവമാണ്. എന്നാൽ ഇവിടെ പറയാണ്, ഈ പറയപ്പെട്ട മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതിനെയാണ് വിശ്വാസത്തിന്റെ നിർണയം എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് ചോദിക്കുന്ന ഈ 5 ചോദ്യങ്ങൾ ദേ ആർ നോട്ട് ആർബിറ്ററി. അവ മനുഷ്യനിർമ്മിതമായിരുന്ന കൃത്രിമമായി ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാകും. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാ എന്ന് ചോദിക്കുകയാണ്. 5-ാമത്തെ ചോദ്യം, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? ഈ 5 ചോദ്യങ്ങളും ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇഴുകി ഇറങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തോടെ ഇഴുകിച്ചേർന്ന ഈ 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങളിലും പൗലോസ് പറയാണ്, എന്തൊക്കെയാ പറയുന്നത്? ഈ ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ഈ പറയപ്പെട്ട യാതൊന്നിനും സാധിക്കുകയില്ല. ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് കർത്താവിന് വേണ്ടി തന്റെ ജീവിതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ലോകത്തിലെ യാതൊന്നിനും അവന്റെ ജീവിതത്തെ തകർത്തുകളയാനോ അവനെ ഇല്ലായ്മ ചെയ്യുവാനോ അവനെ നശിപ്പിക്കാനോ അവനെ ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനോ അവനെ ദൂരവേ എറിയുവാനോ ഒന്നും സാധിക്കുകയില്ല എന്നാണ് ഈ വേദഭാഗത്ത്. അതായത് 29, 30, 31 മുതൽ 39 വരെയുള്ള ഈ വേദഭാഗങ്ങളിൽ 3 അതിപ്രധാനമായ വിഷയസജ്ഞകളാണ് അപ്പോസ്തലൻ കൈകാര്യം ചെയ്തത്. 1, 5 കൺവിക്ഷൻസ് അബൌട്ട് ഗോഡ്സ് പ്രൊവിഡൻസ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകളുടെ 5 പ്രത്യേക കാഴ്ചപ്പാടുകൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതാ വായിക്കുന്ന ആദ്യത്തെ കൺവിക്ഷൻസ് അബൌട്ട് ഗോഡ്സ് പ്രൊവിഷൻസ്, ദൈവത്തിന്റെ കരുതലുകളുടെ 5 പ്രത്യേക കാഴ്ചപ്പാടുകൾ. 2 5 അഫർമേഷൻസ് അബൌട്ട് ഹിസ് പർപ്പസസ്, നമ്മെക്കുറിച്ചുള്ള ദൈവിക നിർണയത്തിന്റെ അല്ലെങ്കിൽ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനപരമാകുന്ന 5 സ്ഥിരീകരണങ്ങൾ. അത് 29-30 വാക്യങ്ങൾ. പിന്നെ പറയുന്നത് 5 ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹിസ് ലവ്, അവന്റെ സ്നേഹത്തെ സംബന്ധിച്ച 5 നിർണായകമായ ചോദ്യങ്ങൾ. അങ്ങനെ 15 ശക്തിയേറിയ ഉറപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ പറയുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർത്ത് തന്റെ സ്നേഹചരനാൽ കർത്താവ് ബന്ധിച്ചിരിക്കുന്നു. ആ ബന്ധനമഴിച്ച് അവനെ അവിടുന്ന് ദൂരവേ എറിഞ്ഞു കളയുവാനായിട്ട് ലോകത്തിലാർക്കും ഒരിക്കലും ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. നാം നിൽക്കുന്ന സമൂഹം വളരെ പെർഫെക്ഷനായ 100% സത്യസന്ധമായ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വീഴ്ചയും ഇല്ലാത്ത പരിപൂർണതയുള്ളൊരു സമൂഹം ആയതുകൊണ്ടല്ല നമ്മൾ ഈ വിശ്വാസം നിലനിൽക്കുന്നത്. മറിച്ച് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ ഏൽപ്പിച്ചെന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച നീതീകരണം, ശുദ്ധീകരണം, വിശുദ്ധീകരണം, നമുക്ക് ലഭിച്ച സ്ഥായിയായ പ്രൊവിഷൻസ്, ഇതെല്ലാം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെന്റ്, സമർപ്പണം കർത്താവിനോടാണ്. നമ്മൾ നിൽക്കുന്ന ഒരു സമൂഹത്തോടല്ല. ഞാൻ നിൽക്കുന്ന സമൂഹത്തോടാണെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയും ദൈവവചനം ശക്തിയായി സംസാരിക്കുകയും ഉപദേശ പെശകളിലെ ദാക്ഷിണ്യം കൂടാതെ കറക്റ്റ് ചെയ്യുകയും ഏത് ദിവാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായതുകൊണ്ട് എല്ലാവരും പിച്ചിപ്പറിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ്. സകലരും ഈ സമീപകാലത്ത് ഒരു രഹസ്യ അജണ്ട ചില ആളുകളുടെ ഹൃദയത്തിലുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. ഒരു സോഷ്യൽ ഫംഗ്ഷൻ, അതായത് ഒരു ഹൗസ് വാമിങ്, ഒരു വിവാഹം, ഒരു മരണം, ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായപ്പോലും എന്നെ വിളിക്കരുത് എന്ന് ചില ആളുകൾ എനിക്കെതിരെ ശുപാർശ ചെയ്തു. അങ്ങനെ ചില ആളുകൾ വിളിക്കാതെ ഇരുന്നു. വളരെ സന്തോഷം, പോകണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോലും ഒറ്റപ്പെടുത്തുക എന്നറിയാമോ? നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത്. അശുദ്ധന്മാരാണ്, അയോഗ്യന്മാരാണ്. ദൈവത്തിന് നിയമപ്പെട്ടവൻ ചുമക്കേണ്ടത് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന് പുരോഹിതന്മാരാണ്. ദൈവസഭയുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സാക്ഷ്യമുള്ളവരും മാതൃകയുള്ളവരും വിശുദ്ധ ജീവിതമുള്ളവരും ദൈവത്തെ അനുസരിക്കുന്നവരുമായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ, ഉള്ളത് പറഞ്ഞാൽ കള്ളന് തുള്ളൽ കയറുമെന്ന്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് ശത്രുത ഉണ്ടാകും. ഇതൊന്നും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതാണ് വാസ്തവത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹം എന്ന് പറയുന്നത്. This is the love of God which was supremely displayed on the cross. കാൽവറിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന ദൈവസ്നേഹത്തിന്റെ പാരമ്യത എന്ന് പറയുന്നതാണ്. അവിടെ എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന്റെ പകരക്കാരനായി ക്രൂശിൽ മരണത്തിനായി ഏൽപ്പിച്ച് നമ്മളുടെ ദൈവത്തിന്റെ സ്നേഹത്തെ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഈ ആത്മവിശ്വാസം കർത്താവിനെ സ്നേഹിക്കാനുള്ള അമിതമായിരുന്ന കാഴ്ചപ്പാട്, അതായത് ദൈവികമായ കാഴ്ചപ്പാട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ പകർന്നു തരുന്നു. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ഉത്തരമില്ലാത്ത 5 ചോദ്യങ്ങൾ എന്ന ശീർഷകത്തിൽ 5 എപ്പിസോഡുകളായി ഈ വിഷയം പറഞ്ഞു വരികയായിരുന്നു. ആദ്യത്തെ ചോദ്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം 2, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു എന്നവൻ അവനവരോട് സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 3, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? 4, ശിക്ഷ വിധിക്കുന്നവൻ ആർ? 5, ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? ഈ പഠനം നിശ്ചയമായും നിങ്ങൾക്ക് പ്രയോജനമായി ഭവിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിലെ മറ്റു ചില അനുഗ്രഹീത ഉപദേശ സത്യങ്ങൾ, പ്രത്യാശയുടെ സന്ദേശങ്ങൾ കർത്താവിനെ വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ സാവകാശം പോലെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സ്നേഹത്തെ, കാൽവറിയിലെ സ്നേഹത്തെ രുചിച്ച് ജീവിതത്തിൽ അറിഞ്ഞ ഒരു ദൈവവേദലിന് ജീവിതത്തിന്റെ യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളും, അവന്റെ യാതൊരുവിധമായ ചുറ്റുപാടുകളിലുള്ള അലച്ചിലുകളും, അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും, അവന്റെ ജീവിതത്തിലെ ഉപദ്രവങ്ങളും, സങ്കടങ്ങളും, കഷ്ടങ്ങളും, ഒറ്റപ്പെടുത്തലുകളും, അവന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന നിന്ദകളും, പിന്നെ അവന്റെ ജീവിതത്തെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന ക്രൂരമായിരുന്ന ജീവിത വിനോദങ്ങളും യാതൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന് അവനെ വേർപെടുത്തുവാൻ പര്യാപ്തമല്ല. കാരണം പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തി ഉറച്ചുപോയി. പൗലോസ് വേണമെങ്കിൽ റോമൻ വാളിന്ന് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ പൗലോസ് അത് ശ്രമിച്ചിരുന്നു മാത്രമല്ല, തിമോത്തിയോസ് ലേഖനത്തിൽ പറയുമ്പോൾ അദ്ദേഹം ലാസ്റ്റ് തിമോത്തിയോസ് എഴുതുകയാണ്, ഇപ്പോൾ തന്നെ ഞാൻ എന്റെ ജീവിതത്തെ പാനീയാഗമായി ഒഴിക്കുന്നു, ദൈവത്തിന് സൗരഭ്യവാസനായ പാനീയാഗമായി എന്റെ ജീവിതത്തെ ഞാൻ ഒഴിക്കുന്നു, എന്റെ നിര്യാണ കാലം എടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർപ്പെടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ജീവകിരീടം എനിക്കായി വെച്ചുമിരിക്കുന്നു. സന്മനസ്സോടെ, സന്തോഷത്തോടെ, സസന്തോഷത്തോടെ, സംതൃപ്തിയോടെ തന്റെ വേല തികച്ചു എന്നുള്ള ആ ചാരിതാർത്ഥ്യത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ മിന്നിത്തിളങ്ങുന്ന ഖഡ്ഗത്തിന്റെ കീഴിൽ തന്റെ കഴുത്ത് ചായച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി താൻ രക്തസാക്ഷിത്വം വഹിച്ചു. ഒരിക്കൽ പോലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന്, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുവാൻ റോമൻ സാമ്രാജ്യ ശക്തിയുടെ കഠോരമാകുന്ന മിന്നിത്തിളങ്ങുന്ന വാളിന് പോലും സാധിച്ചില്ല എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യവുമായി ഇത് തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. ഗോഡ് ബ്ലസ് യു.